നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കാല് പിടിക്കാൻ ചന്ദ്ര പ്ലീസ് ചന്ദ്ര 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 ഗേറ്റ് പൂട്ടരുത് ചന്ദ്ര. ഇനി ഈ വീടിനകത്ത് കാല് കുത്തി പോരുത്. കല്യാണം കഴിച്ചു വിട്ടാ പെണ്ണ് ചെറുക്കന്റെ വീട്ടിലാ താമസിക്കേണ്ട. കെട്ടുന്ന പെണ്ണിനെ പോറ്റാൻ കഴിയാത്തവനൊന്നും പെണ്ണ് കെട്ടാ പോരുത്. അത് പറഞ്ഞേക്ക് ഭർത്താവിനോട്. നിന്നെ ഞാൻ ശരിയാക്കി തരാടി. തോന്നിവാസം മുഴുവൻ ചെയ്തിട്ട് നീ എന്നെ പിടിച്ച് പുറത്താക്കുന്നു. ഇതിനുള്ള തിരിച്ചടി നിനക്ക് ഞാൻ തന്നില്ലെങ്കിൽ എന്റെ പേര് പ്രേമേന്നല്ലടി. നിങ്ങൾ പറയുന്നതിന് വല്ല തെളിവുണ്ടോ? മുഴുവനും നുണയാണെന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് ഞാൻ പറയും. ആര് പറയുന്ന എല്ലാരും വിശ്വസിക്കാൻ പോന്നെന്ന് നമുക്ക് നോക്കാടി. അതെ, എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാ. വിഷ്ണു, വണ്ടി എടുക്ക്. എന്താ സിദ്ധു? എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? അത്യാവശ്യമായിട്ട് ഒന്നെന്റെ വീട് വരെ പോകാമോ? എന്ത് പറ്റി? അവിടെ ചന്ദ്രയും പ്രേമിച്ചും തമ്മിൽ എന്തോ വലിയ വഴക്ക് നടക്കുക. എന്തോ സീരിയസ് ഇഷ്യൂവാ. ഞാനിപ്പോ സ്ഥലത്തില്ല. പിന്നെ ചന്ദ്ര അറിയാലോ, ദേഷ്യം വന്നാ എന്തും ചെയ്യാൻ മടിയില്ലാത്തവളാ. ദേവിക്ക് അവിടം വരെ ഒന്ന് ചെല്ലാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാൻ പോവാം സിദ്ധു. ഡ്യൂട്ടിക്കിടെ പോയാൽ പ്രശ്നമൊന്നും ആവില്ലല്ലോ അല്ലേ? അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. സിദ്ധു ടെൻഷൻ ആവണ്ട. അവിടെ എത്തിയിട്ട് എന്നൊന്ന് വിളിക്കണേ. ശരി. എന്താ ചേച്ചി ഇവിടെ നിൽക്കുന്നേ? ഓട്ടോ വരാൻ വെയിറ്റ് ചെയ്യാം. ഞാൻ വിളിച്ചോണ്ടൊരു ഓട്ടോ. അയ്യോ വേണ്ട, ഞാൻ ബുക്ക് ചെയ്തായിരുന്നു, ഇപ്പൊ വരും. ആ എന്നാ ശരി, ബാ. ഇതിന്റെ പേരില് ഇനി അവര് തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലോ? അങ്ങനെയൊന്നും ഇറങ്ങിക്കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഇറങ്ങും, എനിക്ക് കോമ്പൻസേഷൻ തന്നാൽ. അതെത്രയാണെന്ന് ഞാൻ തീരുമാനിക്കും. അവരെ സമ്മതിച്ചില്ലെങ്കിലോ? ഇല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങില്ല. എന്തായാലും ഇതൊരു വലിയ പ്രശ്നമായി മാറുമെന്ന് ഉറപ്പാ. അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന കാര്യമല്ലേ ഞാൻ ചെയ്തത്. അതവര് വെറുതെ വിടാൻ പോകുന്നില്ല. എന്നാലും ഞങ്ങൾ തമ്മിൽ പിരിയേണ്ടി വരും. അത് ഇപ്പായെന്ന് ഞാൻ കരുതിക്കോളാം. കോമ്പൻസേഷൻ അതാണ് പ്രശ്നം. അതവിടെ നിൽക്കട്ടെ. ആദ്യം അവരീ പ്രശ്നം എങ്ങനെയാ കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. എന്നിട്ടേ ഞാനൊരു സ്റ്റെപ്പ് എടുക്കും. പ്രേമ ഇപ്പൊ പുറത്താ.
പെരുവഴിയിൽ. അവിടുന്ന് പ്രേമ എങ്ങോട്ട് പോകും? അതാദ്യം എനിക്കറിയേണ്ടത്. ചേച്ചി എന്ത് പറ്റി? എന്താ ഇവിടെ നിൽക്കുന്നത്? എന്നെ അവള് വീട്ടിൽ നിന്ന് പുറത്താക്കി. ആര്? ചന്ദ്രയോ? അല്ലാതെ ആരാ? അത് ശരിയല്ലല്ലോ. വാ നമുക്ക് ചോദിക്കാം. അതിന് അവളിവിടെ ഇല്ല. അവള് ഗേറ്റ് പൂട്ടി താക്കോലും കൊണ്ട് പോയിരിക്കുക. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ മാത്രം എന്താ ഇവിടെ ഉണ്ടായത്? നാറ്റ കേസാ. പുറത്താരെങ്കിലും അറിഞ്ഞ കുടുംബത്തിന്റെ മാനം പോവും. നാറ്റക്കേസോ? നിന്നോട് പറയുന്നോണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. അച്ഛനെ കൊണ്ട് ആശുപത്രി പോയിരിക്കുകയാണല്ലോ എല്ലാരും. ഞാനും അവരുടെ കൂടെ പോകേണ്ടതായിരുന്നു. അമൃതേട്ടൻ പറഞ്ഞപ്പോ ഞാൻ യാത്ര എങ്ങനെ ക്യാൻസൽ ചെയ്തു. തിരിച്ചു വന്നപ്പോ ഞാൻ കണ്ടതേ മുറ്റത്തൊരു ബൈക്ക് ഇരിക്കുന്നു. നീ പറ, ഞാൻ ചെയ്ത തെറ്റാണോ? ഒരിക്കലല്ല. അവളുടെ കരണക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കായിരുന്നില്ല പ്രേമിജിക്ക്? എന്താ വൃത്തികെട്ടവള അവള്. ഇങ്ങനൊരു സ്വഭാവം അവൾക്കുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്റെ ഫോൺ അവളെടുത്തോണ്ട് പോയി. പേഴ്സാണെ വീട്ടിന്റെ അകത്തുമായി പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നപ്പോഴാ ദേവിക വന്നത്. ഞാൻ സിദ്ധുവിനൊന്ന് വിളിക്കട്ടെ? ആ മോളെ, വിളിക്കുമ്പോ എനിക്കും കൂടെ ഒന്ന് തരണേ. ഹലോ. ആ ദേവിക. ആ സിദ്ധു, ഞാനിവിടെ എത്തി. ഇവിടെ വേറെ കുഴപ്പമൊന്നുമില്ല. പ്രേമേച്ചിയും ചന്ദ്രയും തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ട്. അവളെ ഇനി ഈ വീട്ടിൽ നിർത്താൻ പറ്റില്ല സിദ്ധു. അതെന്തുകൊണ്ടാന്ന് പ്രേമേച്ചി എന്നെ പറയും. ഞാൻ കൊടുക്കാം. മോനെ, അവളെ വൃത്തിയായിട്ടുള്ളാടാ. എത്രയും പെട്ടെന്ന് നീ അവളെ ഡിവോഴ്സ് ചെയ്യണം. ആ ശരി. ആ സിദ്ധു. ദേവിക, ഒരു കാര്യം ചെയ്യ്. തൽക്കാലം പ്രേമിച്ച് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. എന്ത് വേണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്നിട്ട് ഞാൻ വിളിക്കാം. ശരി.